ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിയോബെക്സ് PTC വെബ്സൈറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക. രണ്ടാമത്തെ പാർട്ടാണ്. ഇതിലെങ്ങനെയാണ് റെൻഡഡ് റെഫറൽസ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി യൂസ് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ റെൻഡഡ് റെഫറൽസിനുള്ള എമൗണ്ട് ഏൺ ചെയ്യാൻ കുറച്ച് ലേറ്റായി. സോ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് വൈകിയത്. സോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് റെഫറൽസ് വഴി ഏൺ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് റെൻഡഡ് റെഫറൽസിനെ വാങ്ങിക്കുക എന്നൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള PTC വെബ്സൈറ്റിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റ് തന്നെയാണ് നിയോബക്സ്. സോ എങ്ങനെയാണ് റെൻഡഡ് റെഫറൽസിനെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു തരാം. സോ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം $0.6 ആയി. അപ്പം നമുക്ക് മിനിമം $0.6 ഉണ്ടെങ്കിൽ മാത്രമേ റെൻഡഡ് റെഫറൽസിനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. സോ ഇതിൽ റെഫറൽസിനെ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ എനിക്ക് മിനിമം 3 റെൻഡഡ് റെഫറൽസിനെ വാങ്ങിക്കാൻ പറ്റും. സോ ഈ 3 റെൻഡഡ് റെഫറൽസിന് $0.6 ആണ് വാല്യൂ. സോ $0.6 ഉണ്ടെങ്കിൽ 3 റെൻഡഡ് റെഫറൽസിനെ വാങ്ങിക്കുക. ഈ റെൻഡഡ് റെഫറൽസ് എന്ന് പറഞ്ഞാൽ നിയോബക്സ് എന്ന വെബ്സൈറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന റെഫറൽസാണ്. നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നേ അല്ല. നമുക്കും ജോയിൻ ചെയ്യിപ്പിക്കാം. ഇത് നിയോബക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റെഫറൽസാണ്. സോ ഈ 3 റെൻഡഡ് റെഫറൽസിനെ നമുക്ക് വാങ്ങിക്കാം. സോ ബാക്കി വരുന്ന ദ ഡിഫറൻസ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം യുവർ മെയിൻ ബാലൻസ്. നമുക്ക് മെയിൻ ബാലൻസ് $0.6 ഇല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്തും വാങ്ങിക്കാൻ പറ്റും. സോ ഞാനിവിടെ പർച്ചേസ് ചെയ്യുന്നില്ല, എൻ്റെ മെയിൻ ബാലൻസ് $0.6 ഉണ്ട്. സോ 3 റെഫറൽസിനെ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ആ 3 ക്ലിക്ക് ചെയ്യുക. സോ യു ആർ അബൌട്ട് ടു റെൻറ്റ് 3 റെഫറൽസ് ഫോർ $0.6. യെസ് കൊടുക്കുക. സോ ദ റെഫറൽസ് ഹാവ് ബീൻ സക്സസ്ഫുള്ളി ആഡ് ടു യുവർ അക്കൗണ്ട്. സോ ഞാൻ 3 റെഫറൽസിനെ വാങ്ങിച്ചു. സോ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ $0 ആയി. സോ ആകെയുള്ള $0.6 ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ 3 റെഫറൻസിനെ വാങ്ങിച്ചു. സോ അതാണ്ട് ഈ 3 റെഫറൻസിനെ ഇപ്പം വാങ്ങിച്ചതാണ്. ടൈമും കിടപ്പുണ്ട്. അവർ വർക്ക് ചെയ്തില്ല, നാളെ മുതലേ വർക്ക് ചെയ്യും. ഇവർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കണ്ടേ പറ്റത്തുള്ളൂ. സോ നമ്മൾ കണ്ടാൽ മാത്രമേ അവരുടെ ഒരു ചെറിയൊരു കമ്മീഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇവിടെ നെയിം കാണില്ല, കുറച്ച് സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസി റീസൺ കാരണം അവർ നെയിം ഹൈഡ് ചെയ്ത് വെച്ചേക്കും. സോ 3 റെഫറൻസ് നമ്മൾ എടുത്തു. ഇതിന് ശേഷം നമുക്ക് റെഫറൻസിനെ പുതുക്കാം. അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അവർക്ക് പേ ചെയ്യുന്നത് അതൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇനിയും വീഡിയോ വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും, മണി മേക്കിംഗ് വീഡിയോസിനെ പറ്റിയിട്ട്. സോ ഇപ്പം 3 റെഫറൻസ് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് പുതുക്കാൻ നമുക്ക് ഈ ഓരോ മാസത്തിലാണ് നമ്മൾ റെൻഡഡ് റെഫറൻസിനെ പുതുക്കുന്നത്. സോ നമുക്ക് അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ ഇപ്പം 3 റെഫറൻസിനെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഏൺ ചെയ്തത് ചിലപ്പോൾ 30 ദിവസം കൊണ്ടായിരിക്കാം നമുക്ക് $0.6 ആവാനെത്തിയ ടൈം. സോ ഇപ്പം 3 റെൻഡഡ് റെഫറൻസിനെ വാങ്ങിക്കുമ്പോൾ നമുക്കത് ഇത്തിലൂടെ ഈസി ആവും. സോ നമുക്ക് ഈ FAQ വായിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇതിനകത്ത് റെഫറൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന്. നമുക്ക് എങ്ങനെയാണ് റെഫറൻസിനെ വാങ്ങിക്കുക, എങ്ങനെയാണ് അവർ എത്രത്തോളം ടഫാണ് നമുക്ക് റെൻഡഡ് റെഫറൻസിനെ യൂസ് ചെയ്യുന്നതൊക്കെ. പക്ഷേ വളരെ സിമ്പിളാണ്. ചിലർ വർക്ക് ചെയ്യും, ചിലർ വർക്ക് ചെയ്യില്ല. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യാത്തവരെ അനുസരിച്ച് മാറ്റാൻ പറ്റും. സോ അതൊന്നും വലിയ കാര്യമുള്ളതല്ല. സോ ഇങ്ങനെയാണ് റെഫറൻസിനെ വാങ്ങിക്കുക. റെഫറൻസ് നാളെ മുതലേ അപ്പോൾ വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഇന്നിപ്പം ഞാൻ എടുത്തതേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ നോ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വർടൈസിങ്ങിലൊന്നും അവർ ക്ലിക്ക് ചെയ്തിട്ടില്ല. ഇവരും ഹ്യൂമൻസ് തന്നെയാണ്, റോബോട്ട്സ് ഒന്നും അല്ല. സോ ആരെങ്കിലും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർന്നവരെയാണ് നമുക്ക് നിയോബക്സ് എന്ന വെബ്സൈറ്റ് റെഫറൻസ് ആയിട്ട് തരുന്നത്. സോ 3 റെഫറൻസിനെ എടുത്തു. ഇപ്പോൾ എൻ്റെ സമ്മറി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് 2 ഡയറക്റ്റ് റെഫറലും 3 റെൻഡഡ് റെഫറൽസും ഉണ്ട്. സോ ഇത്രയും നാൾ ഞാൻ റെൻഡഡ് റെഫറൽസ് ഇല്ലാതാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മൊത്തം 419 അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. എൻ്റെ റെഫറൽസ് 72 ഡയറക്റ്റ് റെഫറൽസ് കണ്ടതാണ്. സോ ഞാൻ കൂടുതലും ഗെയിംസ് കളിച്ചിട്ടും പിന്നെ ഓഫേഴ്സ് ക്യൂസസ് ഒക്കെ കളിച്ചിട്ടാണ് ഏൺ ചെയ്തത്.
സോ അതുകൊണ്ടാണ് ഞാൻ അധികം വർക്ക് ചെയ്തില്ല, അതാ കുറച്ച് ലേറ്റായി പോയേ. സോ ഇപ്പോൾ റെൻഡർ റഫറൽസ് എന്ന സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇത് ഡയറക്റ്റ് റഫറൽ, ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന ഡയറക്റ്റ് റഫറലും ഈ ഓറഞ്ച് കളറിൽ കാണിക്കുന്നത് റെൻഡഡ് റഫറൽസുമാണ്. സോ നിങ്ങൾക്കെല്ലാം ഡൗട്ട് കാണുമായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൊസീജിയർ എന്ന്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ക്രിൽ, എയർടിഎം, പേനിയർ, നെറ്റല്ലറാണെന്ന് തോന്നുന്നു. പെയർ അല്ല, നെറ്റല്ലറാണ്. സോ ഇത്തരത്തിലുള്ള ഗേറ്റ് വേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സോ ഇവരിവിടെ പേപ്പാൽ, ബാങ്ക് ട്രാൻസ്ഫർ, പേപ്പർ ചെക്ക് ഇവയൊക്കെ അലൗഡ് ആണ്. സോ നമുക്ക് അതിലൊരു ടെൻഷൻ ആവശ്യമില്ല. പേയ്മെൻറ്റ് പേപ്പാൽ ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം. സോ നേരത്തെ ഇതില്ലായിരുന്നു, അവർ ഇപ്പോഴാണ് പുതുതായിട്ട് പേപ്പാലും ബാങ്ക് ട്രാൻസ്ഫറൊക്കെ കൊണ്ടുവന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ എയർ ടീം ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് 2-3 ദിവസം ലേറ്റ് ആവുമെന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെയാണ് എൻ്റെ പേയ്മെൻറ്റ് പ്രൊസീജിയർ. റെഫറൻസ് ഇങ്ങനെയാണ്. സോ ഇതിൽ മിനി ജോബ്സ് ഞാൻ അന്ന് കാണിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു, ആദ്യത്തെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു മിനി ജോബ്സ്. ഇപ്പോൾ ഫിഗർ എയ്റ്റിൻ്റെ ടാസ്കുകൾ കിടപ്പുണ്ട്. സോ അതെ, കളക്ട് ബിസിനസ് നെയിംസ് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 സെൻസ് കിട്ടും. ടാസ്കിൽ 244 ടാസ്ക് കിടപ്പുണ്ട് ഇതിൽ, അത് ചെയ്യാം. പിന്നെ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ചെയ്ത്. ക്രൗഡ് സോഴ്സിൻ്റെ ടാസ്കുകളാണ്. പിന്നെ സർവേസ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യൻസിന് സർവേസിൽ എലിജിബിൾ ആവാൻ ഭയങ്കര ടഫാണ്. സോ സർവേസ് അധികം ചെയ്ത് ടൈം കളയേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഗെയിംസ് വളരെ സിമ്പിളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് ഗെയിംസിൽ നിന്നും ഓഫേഴ്സിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഓരോ ഗെയിം 2 മിനിറ്റ് ഓരോ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $0.001 ഏൺ ചെയ്യാം. സോ ഡെയിലി ഒരു 3 മണിക്കൂറൊക്കെ ഫ്രീ ആയിട്ടുള്ളവർ ഗെയിമിലൂടെ മാത്രം $0.1 ഏൺ ചെയ്യാം. സോ 6 ദിവസം കൊണ്ട് സിമ്പിളായിട്ട് $0.6 നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 6 ദിവസം കൊണ്ട് പുതിയ റെൻഡഡ് റഫറൽസിനെ വാങ്ങിക്കാനും പറ്റും. സോ അതുപോലെ തന്നെയാണ് ഓഫേഴ്സ് വരുമ്പോൾ. ഓഫേഴ്സിൽ ക്വിസ് ടൈമിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സൊക്കെ നിങ്ങൾക്ക് ഓരോ ക്വിസിനും വരത്തുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് 0.01110 വരെ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 0.01 വരെ കിട്ടിയിട്ടുണ്ട് ഓരോ ക്വിസിനും. സോ ചിലത് കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. സോ അങ്ങനെയാണ്. ഗെയിംസും ഓഫേഴ്സുമാണ് കൂടുതലും നമുക്ക് ചെയ്യാൻ എളുപ്പം. സർവീസ് അധികം എലിജിബിൾ ആവില്ല. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, ചിലപ്പം അഡ്വർടൈസ്മെൻറ്റ് അവർ ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്കിടയ്ക്ക് അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഫിക്സഡ് അഡ്വർടൈസ്മെൻറ്റും മൈക്രോ എക്സ്പോഷറൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുക. ഡെയിലി ആഡ് കാണുക. ഫിക്സഡ് ആയിട്ട് നമ്മൾ ഓറഞ്ച് ആഡ്സും കമ്പൽസറി ആയിട്ട് കാണുക. ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ട്രാൻസ്ഫർ എന്തായാലും ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.